നിളയെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണം എങ്ങും എത്താത്തതുകൊണ്ട് ദേഷ്യത്തിൽ DSPയെ കാണാൻ പോകാൻ തുടങ്ങുകയാണ് ഷൺമുഖം. എന്നാൽ അത് പ്രശ്നം കൂടുതൽ വഷളാക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും അയാളെ തടയുന്നു. പിന്നെ എന്താണ് ഇപ്പൊ ചെയ്യുക എന്ന് ഷൺമുഖം ദേഷ്യത്തിലും നിരാശയിലും ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാതെ നന്ദിനി എന്തോ ആലോചിക്കുന്നു. പിന്നീട് സക്കര മൂന്നാറിൽ അന്വേഷിക്കാനായിട്ട് എത്തുന്നു. അവൻ നേരെ വാട്സ്ആപ്പ് മെസ്സേജിൽ പറഞ്ഞ് ഹോട്ടലിലേക്ക് എത്തി റിസപ്ഷനിലെ പയ്യനോട് 4 പിള്ളേർ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇവിടെ വന്നിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവനില്ല, സംശയം ഉണ്ടെങ്കിൽ രജിസ്റ്റർ പരിശോധിച്ചോളൂ എന്ന് പറയുന്നു. ആ രജിസ്റ്ററിൽ അവിടെ റൂം എടുക്കുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഒന്നും എഴുതാറില്ലായിരുന്നു. അത് മനസ്സിലാക്കിയ സക്കര രജിസ്റ്റർ ചെക്ക് ചെയ്യാതെ അവനോട് നമുക്ക് എല്ലാ റൂമിലും പോയി ചെക്ക് ചെയ്യാം, കൂടെ വരാൻ പറയുന്നു. പക്ഷെ അവനത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സക്കർ അവന്റെ മോന്തയ്ക്കൊന്ന് കൊടുക്കുന്നു. എന്നിട്ട് അവനെയും കൂട്ടി എല്ലാ മുറിയിലും പരിശോധിക്കുന്നു. പക്ഷെ നിളയെ ആ മുറിയിൽ ഒന്നും അവന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു മുറിയിൽ അവൻ മുട്ടിയപ്പോൾ ആ മുറിയിൽ ഒരു പാവം പെൺകുട്ടി മാത്രമേ ഉള്ളൂ എന്നാൽ ലോഡ്ജിലെ പയ്യൻ പറയുന്നു. അത് കേട്ട് സക്കർ വാതിൽ തുറക്കാൻ പറഞ്ഞ് വീണ്ടും മുട്ടുന്നു. അപ്പോ അകത്തൊരു പെൺകുട്ടി ഒരു കത്തി എടുക്കുന്നത് കാണിക്കുന്നു. പക്ഷെ അവൾ ആരാണെന്ന് കാണിക്കുന്നില്ല. അപ്പൊ വാതിൽ തുറക്കുന്നില്ല എന്ന് കണ്ട സക്കര ആ വാതിൽ ചവിട്ടി തുറക്കുന്നു. അകത്തുള്ള പെൺകുട്ടിയെ കണ്ട അവനൊന്ന് ഞെട്ടുന്നു. അപ്പൊ ആരായിരുന്നു ആ മുറിയിൽ ഉണ്ടായിരുന്നത്? അത് നിള തന്നെയാണോ? നിളയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇതെല്ലാം അറിയാൻ ഈ തമിഴ് ക്രൈം ത്രില്ലർ സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡിന്റെ മുഴുവൻ കഥ നമ്മുടെ ചാനലിലുണ്ട്. കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ.